നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം. നമ്മുടെ പൂരി തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പൂരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂരി മസാല അല്ലെങ്കിൽ പൂരി ഗ്രീൻ പീസ് കറി അങ്ങനെ കറികൾ ചേർത്ത് കഴിക്കുന്ന നോർമൽ പൂരിയാണ്. ഇത് കുറച്ച് വ്യത്യസ്തമായിട്ട്, ചെറിയ വ്യത്യാസമേ ഉള്ളൂ, കുറച്ച് മസാല ചേർത്തിട്ടുള്ള പൂരിയാണ്. അപ്പോൾ കഴിക്കുമ്പോൾ കുട്ടികൾക്കാണെങ്കിലും എന്നും ഒരേ രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമ്മൾ റെഡിയാക്കി കൊടുത്തു കഴിയുമ്പോൾ മടുത്തു. ഇതാകുമ്പോൾ കുറച്ച് വ്യത്യസ്തമായ ടേസ്റ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ വേറെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. അത് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ പറയാം ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പൂരി ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിക്കോളൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ചൂടോടുകൂടി തന്നെ കഴിക്കാം കേട്ടോ. അത് ഈ ഒരു പൂരിയാണെന്നുണ്ടെങ്കിലും അതല്ല നമ്മുടെ സാധാരണ പൂരി മസാലയാണെന്നുണ്ടെങ്കിലും ചൂടോടുകൂടി കഴിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ രീതിയിൽ പൂരി ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് ആയില്ല എന്നുള്ള ടെൻഷൻ ഒന്നും വേണ്ട. അത് ഒന്നോ രണ്ടോ പ്രാവശ്യം ഉണ്ടാക്കി കഴിയുമ്പോൾ കറക്റ്റ് ആയിക്കോളൂ കേട്ടോ. കറക്റ്റായിട്ട് പൊങ്ങി വന്നോളും. അത് ഓർത്തിട്ട് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും പലരും കമൻറ്റ് ചെയ്യാറുണ്ട്, ഞാൻ ഉണ്ടാക്കുമ്പോൾ ശരിയാവുന്നില്ല, അത് എന്തുകൊണ്ടാണ് ചേച്ചി ഉണ്ടാക്കുന്ന പോലെ ആവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മസാല പൂരി ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ മസാല പൂരി ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇതിപ്പോൾ ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടിയിലാണ് ചെയ്യുന്നത്. 1 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് 1/2 ടേബിൾ സ്പൂൺ റവ എടുത്തിട്ടുണ്ട്. ഇത് വറുത്ത റവയാണ്, നമ്മൾ പാക്കറ്റിൽ വാങ്ങിക്കുന്ന റോസ്റ്റഡ് റവ എന്ന് പറഞ്ഞിട്ടുള്ളത്. വറുത്ത റവ അല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് വറുക്കാത്ത റവയും യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് കുറച്ച് മസാലപ്പൊടികളാണ്. മസാലപ്പൊടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരും വീട്ടിലുള്ള പൊടികൾ തന്നെയാണ്. മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ഗരം മസാല, പിന്നെ നമ്മുടെ നല്ല ജീരകം, അതായത് ക്യുമിൻ സീഡ്സ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുത്തത്. ഇതിലേക്ക് നമുക്ക് മല്ലിയില ചേർക്കാം. മല്ലിയില ഇല്ല എന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി ചേർക്കാം. ഇത് രണ്ടും താല്പര്യമുണ്ടെങ്കിൽ ചേർക്കുക. എനിക്ക് മല്ലിയുടെ ഫ്ലേവർ ഇതിലേക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. അപ്പോൾ പൊടികൾ നമ്മൾ എടുത്തിരിക്കുന്നത് 1/4 ടീസ്പൂൺ വീതമാണ് കേട്ടോ. എല്ലാം അളവ് കൃത്യമാവാൻ വേണ്ടിയിട്ടാണ്, എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് 1/4 ടീസ്പൂൺ വീതം എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഗോതമ്പ് പൊടിയും ഉപ്പും റവയും പൊടികളും എല്ലാം ചേർത്ത് കുഴച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് വലിയൊരു പാത്രം എടുക്കുകയാണ്. ഇതിലേക്ക് നമ്മുടെ ഗോതമ്പ് പൊടി, അതുപോലെ തന്നെ റവ, പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഈ മസാലപ്പൊടികൾ. അപ്പോൾ ജീരകപ്പൊടി റോസ്റ്റ് ചെയ്യാതെ ചേർത്തിട്ടുണ്ടെങ്കിൽ ആ പച്ച ജീരകത്തിൻ്റെ ചുവയായിരിക്കും, അപ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ജീരകം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി നമ്മൾ പൊടിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പല കറികളിലും അതുപോലെ തന്നെ മറ്റുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോഴൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അത് ഞാൻ ഇതിന് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ജീരകം വറുത്ത് പൊടിച്ച് വെച്ചാലുള്ള ഗുണം എന്താണെന്നുള്ളത്. ഇപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ മുഴുവനും വെള്ളം ഒരുമിച്ച് ഒഴിക്കരുത്, കുറച്ചായിട്ട് വെള്ളം ചേർക്കുക. ഒരുമിച്ച് തന്നെ വെള്ളം കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോവും. പിന്നെ നമ്മൾ പൊടികൾ ചേർക്കണം, അപ്പോൾ പൊടികളുടെ അളവിലൊക്കെ വ്യത്യാസം വരും, എല്ലാം കറക്റ്റ് ആവില്ല. പിന്നെ നമ്മൾ ഇതിലേക്ക് മല്ലിയിലയൊക്കെ ചേർക്കുകയാണെങ്കിൽ ഏറ്റവും ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് ചേർക്കുക. പിന്നെ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കാം കേട്ടോ. ഇതെല്ലാം ചേർത്ത് നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ പാകത്തിൽ കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പൂരിയുടെ പൊടി നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് സോഫ്റ്റ് ആവാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റവ ഒന്ന് കുതിർന്ന് വരണം. അപ്പോൾ ഡ്രൈ ആയി പോവാതിരിക്കാനായിട്ട് കുറച്ച് എണ്ണ ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് കുഴയ്ക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് ഓയിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മുടെ ഈ മാവിൻ്റെ എല്ലാ ഭാഗത്തേക്കും വെളിച്ചെണ്ണ ഒരുപോലെ മിക്സ് ആയി വരുന്ന രീതിയിലൊന്ന് കുഴയ്ക്കുക. അപ്പോൾ ഞാൻ 1 കപ്പ് പൊടിക്കായിട്ട് 1/2 കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന പൊടിയുടെ ബ്രാൻഡ് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അധികം വെള്ളത്തിൻ്റെ അളവിലൊന്നും വ്യത്യാസം വരില്ല. അപ്പോൾ ഇതും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ. ഇപ്പോൾ കണ്ടോ, നമ്മുടെ മാവ് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു 1/2 മണിക്കൂർ അടച്ചു വയ്ക്കുക, ഇല്ലെങ്കിൽ മിനിമം 10 മിനിറ്റ് എങ്കിലും അടച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ
അടച്ചു വെക്കുക എന്ന് പറഞ്ഞത് നമ്മുടെ മാവ് ഡ്രൈ ആയി പോകാതിരിക്കാനാണ്. അതുപോലെ റവ സോഫ്റ്റ് ആയി വരാനാണ് ഈ കുറച്ച് സമയം എടുത്ത് വെക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു 15 മിനിറ്റ് ഞാൻ വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് പൂരി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമ്മൾ പൊടി കുഴച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് എന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ 20 മിനിറ്റ് ആയിട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ചെറിയ ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ ഞാൻ പൊടി ഉപയോഗിച്ചിട്ടല്ല പരത്തുന്നത്, കുറച്ച് എണ്ണ തന്നെ ടച്ച് ചെയ്തിട്ടാണ് പരത്തിയെടുക്കുന്നത്. നിങ്ങൾക്ക് പൊടി ഉപയോഗിച്ച് പരത്തണം എന്നുണ്ടെങ്കിൽ പൊടി നമ്മൾ ചപ്പാത്തി പരത്തിയെടുക്കുന്ന പോലെ പൊടിയിൽ ഡിപ്പ് ചെയ്തിട്ട് പരത്താം. ഞാനിപ്പോൾ ചെറിയ ചെറിയ പൂരിയായിട്ട് ഇതുപോലെ ബോൾസ് റെഡിയാക്കി ഉരുട്ടി വെച്ചിട്ട് കുറച്ച് എണ്ണയുടെ ഒരു ബൗളിലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലൊന്ന് ഡിപ്പ് ചെയ്ത് വയ്ക്കാൻ പോവാണ്. കണ്ടോ, ഈ വലിപ്പത്തിലുള്ള ബോൾസാണ് ഞാൻ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് എണ്ണയിൽ ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടി പിടിക്കില്ല. ഇപ്പോൾ നമ്മുടെ റവയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ പൊടി കുഴച്ചിട്ട് ഉടനെ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ റവ ഇങ്ങനെ കടിക്കാൻ കിട്ടും, കറക്റ്റായിട്ട് അങ്ങോട്ട് സോഫ്റ്റ് ആവില്ല. അതുകൊണ്ടാണ് നമ്മളൊന്ന് കുഴച്ച് വയ്ക്കുക എന്നുള്ളത് പറയുന്നത്. ഇതിന് മുന്നേ നമ്മുടെ സാധാരണ പൂരി മസാല ചെയ്തപ്പോഴും ഇതുപോലെ തന്നെ റവ ചേർത്തിട്ട് ഒന്ന് കുഴച്ച് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാനിതെല്ലാം ബോൾസ് ആക്കി എടുക്കട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ ഇതാ നമ്മുടെ പൂരിയുടെ ബോൾസൊക്കെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഈ വലിപ്പത്തിലാണെങ്കിൽ 9 ബോൾസ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതിനി പരത്തി തുടങ്ങാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ചപ്പാത്തി കോലിലൊന്ന് എണ്ണയൊന്ന് തടവി കൊടുക്കാം, ഒട്ടി പിടിക്കാതിരിക്കാനായിട്ട്. നമ്മൾ എണ്ണയൊക്കെ ചേർത്ത് കുഴച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അധികമായിട്ട് അങ്ങോട്ട് ഒട്ടി പിടിക്കൊന്നുമില്ല. പിന്നെ ഞാനിപ്പോൾ എണ്ണ തടവിയിട്ടാണ് പരത്തി തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് വലിപ്പത്തിലുള്ള പൂരി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വലിപ്പത്തിൽ പരത്തിയെടുക്കാം. ഞാനിപ്പോൾ അധികം വലുതല്ല, ചെറിയ പൂരികളാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ റവ സോഫ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ പരത്തുമ്പോൾ റവ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും കേട്ടോ. ഇങ്ങനെ എന്താ പറയുക, റവ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ആ പരത്തിയെടുക്കുമ്പോൾ. ഇതാകുമ്പോൾ റവ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം പരത്തിയതിന് ശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ആദ്യത്തെ പൂരി മാത്രമേ എണ്ണയിലൊന്ന് ഡിപ്പ് ചെയ്തുള്ളൂ. ഇനിയിപ്പോൾ നമ്മുടെ ചപ്പാത്തി കല്ലിന് ആ ഒരു എണ്ണമയം ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് 2-3 പൂരി പരത്തി എടുത്ത് കഴിയുമ്പോൾ ഒന്ന് എണ്ണയിൽ ഡിപ്പ് ചെയ്താൽ മതി അടുത്ത ബോള്. അപ്പോൾ ഇതുപോലെ എല്ലാം പരത്തി എടുക്കട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ പൂരിയെല്ലാം പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് ഫ്രൈ ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് പരത്തി വെച്ചിരിക്കുന്ന പൂരി ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് പൂരി ഉണ്ടാക്കുന്നത്, കുക്കിംഗ് പഠിച്ചു തുടങ്ങുന്നതൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ചെറിയൊരു പീസ് മാവ് ഇട്ട് കൊടുക്കാം കേട്ടോ, എണ്ണയുടെ ചൂട് കറക്റ്റ് ആയോ എന്ന് അറിയാനായിട്ട്. അതിനുശേഷം എണ്ണയുടെ ചൂട് കറക്റ്റ് ആണെങ്കിൽ മാത്രം പൂരി ഇട്ട് തുടങ്ങുക. നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പൊങ്ങി വന്നോളൂ. കണ്ടോ, ഇതുപോലെ പൊങ്ങി വരും. അത് എണ്ണയുടെ ചൂട് കറക്റ്റ് ആയിരിക്കണം, നമ്മൾ കുഴയ്ക്കുന്ന വെള്ളത്തിൻ്റെ അളവും കറക്റ്റ് ആയിരിക്കണം, ഇല്ലെങ്കിൽ ഇതുപോലെ പൊങ്ങി വരില്ല. ഈ സൈഡൊന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിടാം. പിന്നെ ചില ആളുകൾക്ക് പൂരി നന്നായിട്ട് കളർ ചേഞ്ച് ആവുന്നതായിരിക്കും ഇഷ്ടം. ചില ആളുകൾക്ക് അധികം അങ്ങോട്ട് ക്രിസ്പി ആ ഒരു കളർ മാറിപ്പോകുന്നത് ഇഷ്ടമായിരിക്കില്ല. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കുക്ക് ചെയ്തെടുക്കുക. അത് നമ്മൾ പേഴ്സണൽ ചോയ്സാണ് ഓരോരുത്തരുടെയും എങ്ങനെ വേണം എന്നുള്ളത്. എനിക്ക് നന്നായിട്ട് മൊരിഞ്ഞ പൂരിയാണ് ഇഷ്ടം. പിന്നെ മുളക് പൊടി കൂടുതൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പൂരിയുടെ കളറിൽ വ്യത്യാസം വരും. നമ്മുടെ ആ ഒരു റെഡ് കളർ കൂടുതലായിട്ട് വരും. ഇപ്പോൾ നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഒരേ അളവിലെടുത്തിരിക്കുന്നതുകൊണ്ട് വേറെ കളർ അധികം ഡിഫറൻസ് വരില്ല, ചെറിയ ആ ഒരു കളറേ വരുള്ളൂ. പിന്നെ ജീരകപ്പൊടിയുടെ ഫ്ലേവർ താല്പര്യമില്ലാത്ത ആളുകൾക്ക് ജീരകം ചേർക്കാം. പക്ഷെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പരത്തിയെടുക്കുമ്പോൾ ഇതുപോലെ പരത്തിയെടുക്കാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് ആ ഒരു പൊട്ടൽ വരും ജീരകം ഉണ്ടാവുമ്പോൾ. അപ്പോൾ ജീരകത്തേക്കാൾ നല്ലത് ജീരകപ്പൊടി തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഒരു പൂരി റെഡി ആയി കഴിഞ്ഞു. പുറമേ നല്ല ക്രിസ്പിയാണ്, പക്ഷെ നന്നായിട്ട് പൊങ്ങി വന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരിയുമാണ്. അപ്പോൾ നമുക്കിതുപോലെ അടുത്ത പൂരിയും എണ്ണയിലേക്ക് ഇടാം. അപ്പോൾ ഞാനിതിപ്പോൾ ഒരു പൂരി മാറ്റിയിട്ട് ഒരു 2-3 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യും, ആ എണ്ണയുടെ ചൂടൊന്ന് വീണ്ടും കറക്റ്റ് ആവാനായിട്ട്. അതിന് ശേഷമാണ് അടുത്തത് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ എണ്ണയുടെ ചൂടിന് വ്യത്യാസം വരും, കറക്റ്റായിട്ട് പൊങ്ങി വരില്ല.
അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാകുമ്പോൾ ആദ്യത്തെയോ രണ്ടാമത്തെയോ ശരിയായില്ല എന്നുണ്ടെങ്കിലും പിന്നീട് ഉണ്ടാക്കുന്നത് ശരിയായി വന്നോളൂ കേട്ടോ. അങ്ങനെ പേടിക്കാനൊന്നുമില്ല, എളുപ്പമുള്ള റെസിപ്പി തന്നെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും പൂരിയൊക്കെ ട്രൈ ചെയ്ത് നോക്കൂ. ഞാനിതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാം. ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ കറക്റ്റായിട്ട് പൊങ്ങി വരുള്ളൂ. ആ എല്ലാ ഭാഗത്തേക്കും എണ്ണ ആയി വരുമ്പോൾ കറക്റ്റായിട്ട് പൊങ്ങി വരുള്ളൂ. അപ്പോൾ അതാ നമ്മുടെ മസാല പൂരിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഫോട്ടോയ്ക്ക് ഒരു ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മുടെ പൊട്ടറ്റോ മസാലയും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കറികളൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ ടേസ്റ്റി ആയിട്ടുള്ള പൂരിയാണ്. എന്താണെന്ന് വെച്ചാൽ എരിവുണ്ട്, ജീരകത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ട്, മസാലപ്പൊടിയുടെ ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കറികളൊന്നും ആവശ്യമില്ല. പിന്നെ ഫോട്ടോയിലൊരു ഭംഗി ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രം ഏറ്റവും എളുപ്പത്തിലുള്ള നമ്മുടെ പൊട്ടറ്റോ മസാല ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ പൊട്ടറ്റോ മസാല കറിയുടെ ലിങ്ക് നമ്മുടെ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇങ്ങനെ പൂരി ഉണ്ടാക്കി കഴിച്ചിട്ടില്ല, എപ്പോഴും നമ്മൾ ഒരേ രീതിയിൽ തന്നെയാണ് പൂരി ഉണ്ടാക്കി കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ഇങ്ങനെ പൂരി ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പികൾ കുക്കിംഗ് താല്പര്യമുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു കുക്കിങ്ങുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.